ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്കറിയാം ടിക്ടോക്ക്, ഫേസ്ബുക്ക് ഇത് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ അപ്പുറത്തേക്ക് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള ഒരു മീഡിയയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുറെ വയസ്സായിട്ട് അല്ലെങ്കിൽ ഞാൻ കുറെ ഏജ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ എൻ്റെ ഹലോ, വീണ്ടും ജാസി തന്നെയാണ് വിഷയം. ആളുടെ സർജറി ഭയങ്കരമായിട്ടൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സർജറി കഴിഞ്ഞ് വീട്ടിൽ പോയി ഇപ്പോൾ ടിക്ടോക്കിൽ ആളൊരു ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവിൽ കുറേ കാര്യങ്ങൾ ജാസി ഇരുന്നങ്ങ് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പം എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ കേൾക്കുന്നത് നമ്മളാണോ പൊട്ടൻ, ഈ പറയുന്ന ഇങ്ങേരാണോ പൊട്ടൻ? ഈ ലോകത്ത് എല്ലാ ആൾക്കാർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിപ്പോൾ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും. പക്ഷേ ഇങ്ങേരുടെ സംസാരമൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ ജീവിക്കാനേ അർഹനല്ലാന്ന് തോന്നിപ്പോണു. ഇപ്പോൾ ജാസി വന്നിട്ട് എക്സ്പ്ലനേഷൻ തരാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കാരണം, ബൈജു എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ റെനെ മെഡിസിറ്റിയിൽ വിളിച്ചിട്ട് ജാസി നടത്തിയ സർജറിയെക്കുറിച്ച് സംസാരിച്ചതാണ്. അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, വേണ്ട നിങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ, ജസ്റ്റ് അങ്ങനെ ഒരാളും പറയത്തില്ല. നമ്മൾ ചെയ്ത മേജർ സർജറികൾ, അത് ഈ സർജറി എന്നല്ല, അവിടുത്തെ ഒരു സർജറിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ ഇന്ന ആൾ ഏത് സർജറി ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല. അത് പറയുന്നത് ഭയങ്കര മെഡിക്കൽ എത്തിക്സിന് ഭയങ്കര റോങ് ആണത്. അതൊരിക്കലും പറയില്ല. അതിപ്പോൾ റെനെ മെഡിസിറ്റി എന്നല്ല, ഏതൊരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാലും ആൾക്കാരത് പറയത്തില്ല. അതുപോലെ നിങ്ങൾ അവിടെ എന്ത് സർജറിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ ഫോൺ എടുത്ത ലേഡി പറഞ്ഞിട്ടില്ല. അവരവിടെ പറഞ്ഞത് ഇവിടെ ബോട്ടം സർജറി ഇല്ല എന്ന് മാത്രമാണ്. അല്ലാണ്ട് ജാസി ഇവിടെ വന്നിട്ട് ബോട്ടം സർജറി അല്ല, ചെസ്റ്റ് വെച്ച് പിടിപ്പിക്കലാണ് ചെയ്തത് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല എൻ്റെ ജാസി. ആഷിയുടെ ജാസി. പിന്നെ യൂട്യൂബിൽ കൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്ത് വച്ചേക്കുന്നത് ജാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കോൾ എടുത്ത വ്യക്തി ഈ ഒരു വീഡിയോ കണ്ടു കാണും. സ്വാഭാവികം. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് ഇപ്പുറത്ത് ഇത് തന്നെ ആയിരുന്നല്ലോ ചർച്ച. സ്വാഭാവികമായിട്ടും ബൈജു എന്ന വ്യക്തി എന്തിനാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി കാണും. അവർ പറഞ്ഞു ഇവിടെ ബോട്ടം സർജറി ഇല്ല, അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ബോട്ടം സർജറി ഇല്ല, ജാസി മറ്റേ സർജറിയാണ് ചെയ്തത് എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ജാസിയുടെ പ്രശ്നം? ജാസി ഇപ്പോൾ ഞാൻ റെനെ മെഡിസിറ്റിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് വെൽക്കം റെനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചി എന്ന് പറയും. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവർ വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾക്കാണ് വിളിക്കുന്നത്. ഹലോ, അതെ, ഹലോ റെനെ മെഡിസിറ്റിയാണ്, പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി, അതെന്ത് സർജറിയാണ്? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അത് റെനയാന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. എൻ്റെ പൊന്ന് ബോധമില്ലാത്തവനെ, അങ്ങേര് ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കോൾ റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. മനസ്സിലായോ? അല്ലാണ്ട് അത് മൊത്തത്തിൽ എടുത്തിട്ട് അവർക്ക് എന്താ ഭ്രാന്തോ? ആ ഭാഗം അങ്ങേര് കട്ട് ചെയ്ത്, അതായത് ഹലോ വെൽക്കം ടു റെനെ മെഡിസിറ്റി എന്ന് ചേച്ചി ഇവിടെ ഇരുന്ന് ചേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, ആ ഭാഗം ഇവരങ്ങ് കട്ട് ചെയ്തു. എന്നിട്ടാണ് കൊണ്ടിട്ടത്. മനസ്സിലായോ? ബോധമില്ലാത്തത് നിങ്ങൾക്കാ. ആ ബോധം എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വന്നു കഴിയുമ്പം ഇരുത്തി ഒന്ന് ചിന്തിച്ചാൽ മതി ജാസി ചേട്ടാ. പിന്നെ അങ്ങേർക്ക് ഫേക്കായിട്ട് ഒരു കോൾ ഉണ്ടാക്കി പബ്ലിക്കിൽ കൊണ്ടുപോകാൻ തലയ്ക്ക് ഓളമല്ലേ ഇരിക്കുന്നേ. ചേച്ചിയുടെ ഈ ലൈവിൻ്റെ കുഴപ്പം ഇപ്പം തീർന്നു കാണും, ചേട്ടൻ്റെ. കാരണം ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി ആ ഫുൾ കോൾ റെക്കോർഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നമസ്കാരം മാഡം, നമസ്കാരം. എന്റെ പേര് ബൈജു എന്നാണേ. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ട് വിളിച്ചാണ്. നമ്മുടെ ഒരു ആഷി എന്ന് പറയുന്ന ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, അവരുടെ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വിളിച്ചാണ്. അത് ശരിക്കും എന്തായിരുന്നു, അത് ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. കാരണം അതിങ്ങനെ കണ്ടമാനം വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ കൂടിയാണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹലോ മാഡം, പറഞ്ഞോളൂ. അല്ല, അവിടെ ഒന്ന് അറിയാൻ വേണ്ടി പറ്റുമോ? കാരണം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് റെനെ മെഡിസിറ്റിയുടെ പിന്നെ പരസ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമുക്കറിയാം. ബോട്ടം സർജറി ഇല്ല അല്ലേ? കേട്ടല്ലോ, ഇതാണ് സംഭവം. ഫുൾ റെക്കോർഡ് അവിടെ ഉണ്ട്. അവരെ തന്നെ പറയുന്നുണ്ട് ബോട്ടം സർജറി ഇവിടെ ഇല്ല, അത്രേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നത് പോലെ അങ്ങേര് ആ വോയിസ് ഷോർട്ടാക്കി കൊണ്ടുപോയി ഇട്ടു. പക്ഷേ ജാസി ചേട്ടൻ അത് പോരാ, ജാസി ചേട്ടന് ഫുൾ വീഡിയോ വേണം. അപ്പം എന്തായി, അങ്ങേര് കൊണ്ടുവന്ന് ഫുൾ വീഡിയോ അങ്ങ് ഇട്ടു. ഇനി ജാസി ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ? ഓ ചേട്ടാ, അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര റോങ് അല്ലേ അത് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് അപ്പൊ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെർജിൻ ആണോ അല്ലെങ്കിൽ വെർജിൻ അല്ലേന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി എന്താ പറയാ? അതേ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ട്രാൻസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന്. എന്താ പറയാ? പൊക്കി കാണിച്ചു കൊടുക്കണോ? ഞാൻ അറിയാൻ ചോദിക്കുകയാണ് കേട്ടോ. ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? നിങ്ങൾ പൊക്കി കാണിച്ചു കൊടുക്കണ്ട. നിങ്ങളൊക്കെ ഈ സാധനം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ചേട്ടാ, ചേട്ടൻ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കും. പബ്ലിക്കായിട്ട് ചേട്ടൻ ആ ചേട്ടൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും ചേട്ടാ. ചേട്ടൻ എന്തിനാ എത്ര മടിക്കുന്നേ? ചേട്ടൻ ആ റിപ്പോർട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അങ്ങ് പോസ്റ്റ് ചെയ്താൽ പ്രശ്നം തീർന്നില്ല ചേട്ടാ. പൊക്കിയിട്ടെല്ലാം കാണിച്ചിട്ടോ? ഞാൻ ഡൗൺ ചെയ്തിട്ടില്ല, ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്താലാണ് ആൾക്കാർക്ക് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കണ്ട. നമുക്ക് എന്ത് നിർബന്ധമാണത്? ഒരു നിർബന്ധമില്ല. വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണർ നമ്മളെ കൂടെ ഉണ്ട്, നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകൾ ഹാപ്പിയാണ്. അവർ നമ്മൾ ചേർത്ത് നാട്ടുകാരെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മൾ അതിന് ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവരത് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാൻ, ജാസ്മിൻ ഏത് സർജറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? തിരിച്ച് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ, നിങ്ങൾ വെർജിൻ ആണെന്ന് ചോദിച്ചാൽ അവിടെ എന്താ പറയാ? അയ്യോ ഞാൻ വെർജിൻ അല്ലാന്നോ? അതേപോലെ തന്നെയാണ് ഒരു ട്രാൻസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഈ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ചോദ്യങ്ങളിലോട്ട് കൊണ്ടെത്തിച്ചത് ആരാ? ജാസി ചേട്ടനാണ് ഞാൻ സർജറി ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തത്. ജാസി ചേട്ടൻ അത് മറന്നു പോയോ? എന്തോന്ന് ജാസി ചേട്ടാ ഓരോന്ന് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇമാതിരി സംസാരിക്കുന്നത് ശരിയാണോ ജാസി ചേട്ടാ? നമ്മൾ അവസരം കൊടുക്കാതെ നമ്മളെ ആരും ഒന്നും പറയത്തില്ല ജാസി ചേട്ടൻ അത് മനസ്സിലാക്കിയാൽ മതി. ശരി എന്നാൽ.